നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുകയാണ്. ആദ്യം തലക്കെട്ടുകൾ. വാണിയപ്പാറ ഉണ്ണിയേശു പള്ളി സെമിത്തേരിയിലെ 38-ാം നമ്പർ കല്ലറ തുറന്നു പരിശോധിക്കും. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. പള്ളി അധികൃതരുമായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ചർച്ച നടത്തി. കല്ലറയ്ക്ക് പോലീസ് കാവൽ. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിയ തീരുമാനത്തിൽ മുഖ്യമന്ത്രി പിന്നോട്ടു പോകും. കൂടിയാലോചനകൾ ഉണ്ടായിട്ടില്ലെന്ന് കോൺഗ്രസിലെ ആക്ഷേപം. അതൃപ്തി പരസ്യമാക്കി KC വേണുഗോപാലും. മുഖ്യമന്ത്രിയോട് വിയോജിച്ച് എക്സൈസ് മന്ത്രി. കശുവണ്ടി കോർപ്പറേഷൻ അഴിമതിയിൽ മുൻ വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷിനെതിരെ കടുത്ത ഭാഷയിൽ ഹൈക്കോടതി. ഉത്തരവ് മനസ്സിലായില്ലേ എന്ന് ചോദ്യം. നിരവധികം മാപ്പ് ചോദിച്ചിട്ടും കോടതി വിട്ടില്ല. രേഖാമൂലം വിശദീകരണം വേണം. പ്രോസിക്യൂഷൻ അനുമതി ഉത്തരവ് പുതിയ വകുപ്പ് സെക്രട്ടറി ഹാജരാക്കണമെന്നും കോടതി. AISF പ്രതിഷേധത്തിനെതിരെ മലിനജലം ചീറ്റിയെന്ന് നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം. കുപ്പിയിൽ വെള്ളവുമായി പിണറായി വിജയൻ സഭയിൽ. വെള്ളം പരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി. പബ്ലിക് ലാബിൽ വെള്ളം അയക്കാൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നിർദ്ദേശം. താരസംഘടന അമ്മയിൽ രാജി തുടരുന്നു. ശ്വേതാ മേനോന് പിന്തുണ പ്രഖ്യാപിച്ച മല്ലിക സുകുമാരൻ രാജിവെച്ചു. അഡ്ഹോക് കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ച ആശ അരവിന്ദ്. വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ രാജ്യപ്രഖ്യാപനം നടത്തി ലക്ഷ്യപ്രിയ. ശ്വേതാ മേനോൻ അൻസിബയുടെ മുന്നിൽ മുട്ടുമടക്കിയെന്ന് മാല പാർവതി. തമിഴ്നാട്ടിൽ ഒന്നിക്കാൻ ദ്രാവിഡ പാർട്ടികൾ. ലക്ഷ്യം TVKയുടെ സ്വാധീനം തടയൽ. ഇരു പാർട്ടികളും ഒരേ ദ്രാവിഡ പ്രത്യയശാസ്ത്രം പങ്കിടുന്നവരാണെന്ന് വിശദീകരണം. CPM-ഉം CPI-യും മുന്നണി രീതിയിൽ ഒന്നിച്ചത് മാതൃകയാക്കാൻ നീക്കം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ രാജിവെച്ചു. പ്രാദേശിക തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ രാജി. ലേബർ പാർട്ടി നേതൃസ്ഥാനവും ഒഴിഞ്ഞു. ഖത്തറിലെ പ്രധാന പ്രകൃതിവാതക പ്ലാന്റിൽ വൻ സ്ഫോടനം. 54 പേർക്ക് പരിക്ക്. 18 പേരെ കാണാതായി. ദുരന്തം ഇറാൻ ആക്രമണത്തിന് പിന്നാലെ അടച്ചിട്ട പ്രവർത്തനം പുനരാരംഭിക്കുന്നതിനുള്ള ശ്രമത്തിനിടെ. BJPയെ വെട്ടിലാക്കി അയോധ്യ രാമക്ഷേത്രത്തിലെ സാമ്പത്തിക ക്രമക്കേട്. നടന്നത് 1200 കോടിയുടെ കൊള്ള. ക്രമക്കേടുകൾ ഏറെയും നടന്നത് മഹാകുംഭമേളക്കാലത്ത്. റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു. ട്രസ്റ്റ് ഭാരവാഹികൾ അയോധ്യ വിട്ടുപോകരുതെന്ന് SIT. ലക്നൌവിൽ കോച്ചിംഗ് സെന്ററിലെ തീപിടുത്തത്തിൽ മരണം 13ആയി. 6 പേരെ രക്ഷപ്പെടുത്തി. നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുവെന്ന് നാട്ടുകാർ. തീയണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. കശുവണ്ടി കോർപ്പറേഷൻ അഴിമതിയിൽ മുൻ വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷിനെതിരെ കടുത്ത ഭാഷയിൽ ഹൈക്കോടതി. ഉത്തരവ് മനസ്സിലായില്ലേ എന്ന് ചോദ്യം. ലോകകപ്പിൽ 2ാം ജയം തേടി അർജന്റീന ഇന്നിറങ്ങും. ഓസ്ട്രേലിയ എതിരാളികൾ. വെളുപ്പിന് 2:30-ക്ക് ഫ്രാൻസ് ഇറാഖ് മത്സരം. നോർവേ സെനഗൽ പോരാട്ടം രാവിലെ 5:30-ക്ക്. വാണിയപ്പാറ ഉണ്ണിയേശു പള്ളി സെമിത്തേരിയിലെ 38-ാം നമ്പർ കല്ലറയിലെ ദുരൂഹത അകറ്റാൻ ഒടുവിൽ തുറന്നു പരിശോധിക്കാൻ തീരുമാനം. പള്ളി അധികൃതരുമായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ ചർച്ചയിലാണ് ഈ തീരുമാനമുണ്ടായത്. സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. RDOയുടെ അനുമതി കിട്ടിയാൽ ഉടൻ കല്ലറ തുറന്ന് ശാസ്ത്രീയ പരിശോധന നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. കല്ലറയ്ക്ക് പോലീസ് കാവലും ഏർപ്പെടുത്തി. വാണിയപ്പാറ ഉണ്ണിമിഷ പള്ളിയിലെ 38-ാം നമ്പർ കല്ലറ തുറന്നു പരിശോധിക്കാൻ ഒടുവിൽ തീരുമാനമായിരിക്കുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും പള്ളി വികാരിയും അതുപോലെ തന്നെ ഇടവക അംഗങ്ങളും പള്ളി കമ്മിറ്റി ഭാരവാഹികളും ചേർന്ന യോഗത്തിലാണ് തീരുമാനമായത്. RDOയുടെ അനുമതി ലഭിച്ചാൽ നാളെയോ മറ്റന്നാളോ ഈ ഒരു കല്ലറ തുറന്ന് പരിശോധിക്കും. ഈ പായയിൽ പൊതിഞ്ഞിരിക്കുന്ന ഈ വസ്തു എന്താണ്, അതാണ് പ്രധാനമായും അന്വേഷിക്കുക. ഏതായാലും ഏറ്റവും ഒടുവിലായി 2014 ഇത്തരത്തിൽ തിരോധാനം സിജോസ് കറിയ എന്ന് പറയുന്ന യുവാവിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട നൽകിയ DGPക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് കണ്ണൂർ അതുപോലെ തന്നെ കോഴിക്കോട് റൂറൽ SP-മാരുടെ നിർദ്ദേശപ്രകാരം DYSP-മാർ സ്ഥലത്തെത്തി ഇവരുമായി ചർച്ച നടത്തിയത്. ഏതായാലും ഈ ഒരു പായ തുറന്നു കഴിഞ്ഞാൽ അതിൽ എന്താണ്
മൃതദേഹമാണെങ്കിൽ അതിൽ തുടർ നടപടികൾ ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്നത്, സിജോയുടെ കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്നത് DNA പരിശോധന നടത്തണമെന്നാണ്. ഇവരുടെ കുടുംബം നേരത്തെ തന്നെ പരാതി നൽകിയിരുന്നു. പക്ഷേ അന്ന് അന്വേഷണം നടത്തിയിരുന്നെങ്കിലും സിജോ എവിടെയാണെന്ന് കണ്ടെത്താൻ സാധിച്ചില്ല. 2021 ഏറ്റവും ഒടുവിലായി പരാതി നൽകിയിരുന്നത്. ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമാകുന്നു. ഇനിയിപ്പോൾ ആ DNA മൃതദേഹമാണെങ്കിൽ DNA പരിശോധന നടത്തും. തുടർന്ന് മറ്റ് നടപടികളിലേക്ക് സ്വീകരിക്കും. എങ്ങനെയാണ് സിജോ ഇത്തരത്തിൽ കാണാതായത്, അല്ലെങ്കിൽ ഈ ഒരു മൃതദേഹമാണെങ്കിൽ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം ഇനി പോലീസിന് കണ്ടെത്തേണ്ടി വരും. ഏതായാലും 10 ദിവസമായി തുടർന്ന് വരുന്ന ഒരു ദുരൂഹത അത് അവസാനിക്കാൻ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നാളെയോ മറ്റന്നാളായിരിക്കും ഇത് സംബന്ധിച്ച് കല്ലറ തുറന്ന് പരിശോധന നടത്തുക. പോലീസ് അന്വേഷണത്തിൽ നിലവിലെ തൃപ്തിയുണ്ടെന്നും ഈ പള്ളി വികാരി ന്യൂസ് 8 വ്യക്തമാക്കി. ആ ദുരൂഹതയ്ക്കും ജനങ്ങളുടെ മുഴുവൻ സംശയങ്ങൾക്കും വിരാമമാവുകയാണ്. കാരണം FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തു. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഇത് തന്നെയാണ്, എന്തുകൊണ്ട് ഇതുവരെ FIR ഇട്ടില്ല എന്നുള്ളതാണ് ചോദ്യം. അത് മനസ്സിലാക്കാൻ അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രൊസീജിയേഴ്സും ഇതിനോടകം പോലീസുകാർ ചെയ്തതിന് ശേഷമാണ് ഇന്ന് വന്നിട്ട് ഇന്ന് FIR ഇടാൻ വേണ്ടിയിട്ട് തീരുമാനമായതും അതിന്റെ ബാക്കി നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നതും. അതിനാൽ ഇടവകയും ഞങ്ങളും ഇപ്പോൾ ഉള്ള കാര്യത്തിൽ ഫുൾ ക്ലാരിറ്റി ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഇന്ന് മുതൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസുകാർ ഇവിടെ കാവൽ നിൽക്കുകയും കൂടെ ചെയ്യും എന്നുള്ളതാണ് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഈ ജനങ്ങൾക്ക് ഉണ്ടാവുന്ന ഈ സംശയം അത് ദൂരീകരിക്കാൻ പോലീസ് തയ്യാറാണ്. എത്രയും പെട്ടെന്ന് തന്നെ അതിന്റെ സംശയ നിവാരണത്തിന് പോലീസ് മുന്നിട്ടിറങ്ങും. 13-ാം തീയതി പരാതി ലഭിച്ചിരുന്നെങ്കിലും ഇതിനുശേഷം നമ്മൾ ഈ പെറ്റീഷന്റെ അടിസ്ഥാനത്തിൽ ഓർഡർ ആക്കിയിരുന്നു. അതുപ്രകാരം അതിന്റെ പ്രിലിമിനറി എൻക്വയറി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ ഉണ്ടായത്. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കല്ലറയുടെ നമ്പർ മാറിയതും അതിന്റെ രജിസ്റ്റർ പരിശോധിച്ചപ്പോഴും ഇത്തരം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയത്. അങ്ങനെയാണ് 38-ാം നമ്പർ കല്ലറ പഴയ 23 നമുക്ക് ബോധ്യമായത്. ആ 23-ാം കല്ലറയിൽ രജിസ്റ്റർ പരിശോധിച്ചപ്പോഴാണ് അതിൻ്റെ അകത്ത് 2 പേരുടെ പേരുകൾ ഉണ്ടായിരുന്നു, മറിയാമ്മ എന്ന ആളുടെയും ജെയിംസ് എന്ന ആളുടെയും. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ 3ാമതൊരു ബോഡി ഉണ്ടെന്നാണ് അച്ഛൻ്റെ ഒരു സംസാരത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. അതിൽ നിന്ന് ആണ് FIR ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് കേസ് അന്വേഷണം നടക്കാൻ വേണ്ടി പോകുന്നത്. സിജോയുടെ തുരാധാനവുമായി ബന്ധപ്പെട്ട് ന്യൂസ് 8 കഴിഞ്ഞ ദിവസം വാർത്ത റിപ്പോർട്ട് ചെയ്തത്. തുടർന്ന് കുടുംബം DGPക്കും ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകുകയായിരുന്നു. ഈ പരാതി വളരെ വേഗത്തിൽ തന്നെ പോലീസ് നടപടി സ്വീകരിക്കുന്നതാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഇത് സംബന്ധിച്ച് അന്വേഷണം വൈകാതെ തന്നെ തുറക്കും എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഒടുവിലായി ഈ സംഘം ഇവിടെ എത്തുകയും ചർച്ച നടത്തിയതിനു ശേഷമാണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ കല്ലറ 38-ാം നമ്പർ കല്ലറ തുറന്നാൽ അതിനകത്ത് ഈ ഒരു പായയിൽ ചുറ്റി കെട്ടിച്ചു വെച്ച വസ്തു അതെന്ത് എന്നാണ് ഇനി ഏറ്റവും ആകാംക്ഷ. അത് ഏതെങ്കിലും തരത്തിൽ മൃതദേഹമാണെങ്കിൽ അത് വലിയ തോതിലുള്ള ഒരു മറ്റ് നടപടികളിലേക്ക് പോലീസിന് കടക്കേണ്ടി വരും. ഏതായാലും RDOന്റെ അനുമതി വൈകാതെ തന്നെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതിൽ. FIR ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കുറേ ദിവസമായി പള്ളി വികാരി ഉൾപ്പെടെ ഇതിൽ പരാതി നൽകിയിട്ടും പോലീസ് FIR ഇടാൻ തയ്യാറായിരുന്നില്ല. 2006-ലെയും 2015-ലെയും മൃതദേഹമാണ് ഇതെന്ന് സ്ഥിരീകരിച്ച് മറ്റ് ദുരൂഹതകളില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം ഒക്കെ കരിക്കോട്ടുകരി പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായതെങ്കിൽ ഇപ്പോൾ അതിൽ FIR ഇട്ടിരിക്കുന്നു. പോലീസ് കല്ലറ തുറന്ന് 38-ാം നമ്പറിൽ ഈ കല്ലറ തുറന്ന് ഇതിനകത്ത് പായയുടെ അകത്ത് ഈ ഉള്ള വസ്തു എന്ത്, മൃതദേഹമാണോ അതല്ല മറ്റെന്തെങ്കിലുമാണോ, എങ്ങനെയാണ് ഈ വസ്തു ഇവിടെ എത്തിയത് തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള ഒരു നീക്കമായിരിക്കും ഇനി നടക്കുക. ഏതായാലും ഇനി വളരെ നിർണായകമായ നീക്കങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വരും ദിവസം ഉണ്ടാകും. KB ബൈജു, ന്യൂസ് 18, കണ്ണൂർ. AIYF AISF പ്രതിഷേധത്തിനെതിരെ മലിനജലം ചീറ്റിയെന്ന് നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. കുപ്പിയിൽ വെള്ളവുമായി പിണറായി വിജയൻ സഭയിലെത്തി. മസ്തിഷ്ക ജ്വരമടക്കം പരത്താൻ കഴിയുന്ന വെള്ളമായിരിക്കും ഉപയോഗിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. വെള്ളം പരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. പബ്ലിക് ലാബിൽ വെള്ളം അയക്കാൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയെന്നും മന്ത്രി വ്യക്തമാക്കി. ഇന്ന് PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിനെതിരെയുള്ള ഒരു പ്രക്ഷോഭം കേരളത്തിലെ AIYF-ഉം AISF-ഉം യുവജന വിദ്യാർത്ഥി സംഘടനകൾ സംയുക്തമായി ഇവിടെ നടത്തിയിരുന്നു. നിയമസഭാ മാർച്ച്. ആ മാർച്ചിനെ പോലീസ് നേരിട്ടത് അവർ ജലപീരങ്കി ഉപയോഗിച്ചുകൊണ്ടാണ്. ജലപീരങ്കി സാധാരണ നമ്മുടെ സമരങ്ങളിൽ ഉപയോഗിക്കാറുണ്ടല്ലോ. പക്ഷേ വളരെ വിചിത്രമായ ഒരു സംഭവം ഉണ്ടായത്, രാവിലെ നമ്മൾ ആരോഗ്യ പ്രശ്നങ്ങളാണല്ലോ ചർച്ച ചെയ്തത്. ഈ വെള്ളമാണ് ഈ ചീറ്റിയത്. ഇത് തീർത്തും കലക്ക വെള്ളമാണ്.
ഇത് ഞാൻ നമ്മളെ പുതിയ ആൾക്കാർക്ക് അറിയില്ല. ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞു തീർക്കുമല്ലോ. ഞാൻ പറയട്ടെ, നിങ്ങളെന്തിനാ വേവലാതിപ്പെടുന്നു? മറുപടി പറയേണ്ടവരവിടെ ഇരിക്കുന്നില്ലേ, അവർ പറഞ്ഞോളുമല്ലോ. ഇത് കലക്ക വെള്ളമാണ്, ഏതോ തോട്ടിൽ നിന്നെടുത്ത വെള്ളമായിരിക്കും. ഇവിടെ സാർ രാവിലെ നമ്മൾ അതിഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്തത്. ഇത് അമീബിക് മസ്തിഷ്ക ജ്വരമടക്കം ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള വെള്ളമായിരിക്കും. അത്തരത്തിലുള്ളൊരു വെള്ളം ഉപയോഗിക്കേണ്ട ആവശ്യം എന്താണ്? സാധാരണ വെള്ളം തന്നെ ഉപയോഗിക്കാമല്ലോ. ഇതാണ് പ്രശ്നം. ജലപീരങ്കി ഉപയോഗിച്ചോ എന്നത് സാധാരണ നടക്കുന്ന കാര്യമായിരിക്കും. പക്ഷേ വെള്ളം ഈ തരത്തിൽ ഉപയോഗിക്കാം, അതാണ് പ്രശ്നം. അത് ഗൗരവമായി ഗവൺമെൻറ് കാണേണ്ട ഒരു പ്രശ്നമാണ്. എന്താണ് ആഭ്യന്തരമന്ത്രിക്ക് അതിൽ പറയാനുള്ളത് എന്ന് അറിയുന്നത് നല്ലതാണ്. രാവിലെ സെക്രട്ടേറിയറ്റിലെ KEYF-ൻ്റെയും AESF-ൻ്റെയും പ്രവർത്തകർ നടത്തിയ ഒരു സമരത്തെ തുടർന്നാണ് അവിടെ ജലപീരങ്കി പ്രയോഗിക്കേണ്ടി വന്നത്. കേരളത്തിൽ ആദ്യമായിട്ടല്ല ജലപീരങ്കി പ്രയോഗിക്കുന്നതെന്ന് മുൻ മുഖ്യമന്ത്രിക്ക് അറിയാവുന്ന കാര്യമാണ്. ബാരിക്കേഡിൻ്റെ പുറത്തേക്ക് ആളുകൾ കയറുമ്പോൾ സ്വാഭാവികമായി പോലീസ് ജലപീരങ്കി പ്രയോഗിക്കാറുണ്ട്. ജലപീരങ്കിക്കുള്ള വെള്ളമെടുക്കുന്നത് കേരള വാട്ടർ അതോറിറ്റിയിൽ നിന്നാണ്. അങ്ങേക്ക് അറിയാവുന്ന കാര്യമാണ്. വാട്ടർ അതോറിറ്റിയിലെ വെള്ളമാണ് പോലീസ് ആ ടാങ്കറിൽ നിറയ്ക്കുന്നത്. അത് ആ വെള്ളം ചീറ്റിച്ച് കഴിഞ്ഞപ്പോഴാണ് അങ്ങ് ഈ പറഞ്ഞതുപോലൊരു സംഭവം ഉണ്ടാകും. ഒന്നിൽ പഴയ കാലത്ത് ഈ ഈ ടാങ്കറിൽ ഉണ്ടായിരുന്ന അഴുക്കാണോ എന്നറിയില്ല. ഏതായാലും ഈ വെള്ളം കണ്ടാമിനേറ്റഡ് ആണെന്ന് അങ്ങ് പറഞ്ഞത് ശരിയാണ്. അപ്പം ഞാനത് പരിശോധിക്കാൻ വേണ്ടി കമ്മീഷണർ ഓഫ് പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ വെള്ളം ലബോറട്ടറിയിലേക്ക് അയച്ചിരിക്കുകയാണ്. ഒരു കാരണവശാലും ഗവൺമെൻറ്റിന് അങ്ങനെ ചിന്തയില്ല. വാട്ടർ അതോറിറ്റിയിലെ വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ് വാട്ടർ ക്യാനെ നിറച്ചിട്ടാണ് ജലപീരങ്കി പ്രയോഗിക്കാറുള്ളത്. എല്ലാ കാലഘട്ടവും അങ്ങനെ തന്നെയാണ്, അല്ലാണ്ട് വേറെ എങ്ങൊന്നും എടുക്കില്ല. എന്താണ് ഈ വെള്ളത്തിൽ സംഭവിച്ചതെന്നുള്ളത് പരിശോധിച്ചിട്ട് ഞാൻ ഈ സഭയ്ക്ക് റിപ്പോർട്ട് ചെയ്യാം. താരസംഘടനയായ അമ്മയിൽ വീണ്ടും രാജി. അമ്മയുടെ അംഗത്വം രാജിവെച്ച് മല്ലിക സുകുമാരൻ ശ്വേതയ്ക്കൊപ്പമെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. അഡ്ഹോക് കമ്മിറ്റിയിൽ നിന്ന് ആശാ അരവിന്ദും രാജിവെച്ചു. അമ്മയുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ലക്ഷ്യപ്രിയയും ഇന്ന് രാജി പ്രഖ്യാപിച്ചു. എന്തായാലും താരസംഘടനയായ അമ്മയിൽ രാജികൾ വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ മല്ലിക സുകുമാരൻ, മുതിർന്ന താരവും അമ്മയിലെ തുടക്കം മുതലുള്ള അംഗവുമായിട്ടുള്ള മല്ലിക സുകുമാരൻ രാജി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ശ്വേതാ മേനോന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു രാജിയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്നലെ അവതരിപ്പിച്ച അടിയന്തര പ്രമേയത്തിലടക്കം അതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് തന്നെയാണ് മല്ലിക സുകുമാരൻ പറയുന്നത്. പ്രത്യേകിച്ച് മാലാ പാർവതിക്കെതിരെയും രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഇതിനെല്ലാം കാരണം മാലാ പാർവതിയാണ്, അല്ലെങ്കിൽ മാലാ പാർവതിക്കും ഇതിൽ പ്രധാനപ്പെട്ട പങ്കുണ്ടെന്ന് പറയുന്നു. ഇന്നലെ നടന്ന യോഗം, അതിൽ വരവ് ചിലവ് കണക്കുകളിൽ സംശയമുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സംസാരിച്ച് പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് ഇന്നലെ യോഗത്തിനായി എത്തിയത്. പക്ഷേ അവിടെ നടന്നത് മുഴുവനും ശ്വേതാ മേനോനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ചർച്ചകളായിരുന്നു. തുടക്കം മുതൽ തന്നെ ശ്വേതയെ എതിർക്കുവാൻ ഒരു സംഘം ആളുകൾ അവിടെ എത്തിയെന്ന് തന്നെയാണ് മല്ലിക സുകുമാരൻ പറയുന്നത്. അതോടൊപ്പം തന്നെയാണ് ആശാ അരവിന്ദും അഡ്ഹോക് കമ്മിറ്റിയിൽ നിന്നും രാജി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്നലെയാണ് നേരത്തെ ഈ ഭരണസമിതി രാജിവെച്ചതിന് പിന്നാലെ അഡ്ഹോക് കമ്മിറ്റിയെ രൂപീകരിച്ചിരുന്നു. രമേശ് പിഷാരടിയുടെ നേതൃത്വത്തിലാണ് അഡ്ഹോക് കമ്മിറ്റി. അതിലംഗമായിരുന്നു ആശാ അരവിന്ദ്. അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്റെ രാജി അറിയിച്ചുകൊണ്ടുള്ള ഒരു കുറിപ്പിട്ടിരിക്കുന്നു. ആ കുറിപ്പിൽ പ്രധാനമായും പറയുന്നത് കഴിഞ്ഞ 10 മാസക്കാലം ഈ ഭരണസമിതിക്കൊപ്പം താനും പ്രവർത്തിച്ചു. അവരെന്തൊക്കെ ചെയ്തു, സ്ത്രീകളെന്ന നിലയിൽ അവർക്ക് എന്തൊക്കെ സംഘടനയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റി, മുതിർന്നവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റി, ആ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഈ അപൂർണമായിട്ടുള്ള ഈ പല ആരോപണങ്ങളുടെയും പേരിൽ ഈ സംഘടനയെ, അല്ലെങ്കിൽ ഈ ഒരു ഭരണസമിതിയെ മുഴുവൻ താഴെ ഇറക്കിയ നിലപാടിനോട് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആദരവപൂർവ്വം ഞാൻ ഈ അഡ്ഹോക് കമ്മിറ്റിയിൽ നിന്നും രാജിവെക്കുന്നു എന്നാണ് ആശാ അരവിന്ദിന്റെ കുറിപ്പ്. എന്തായാലും വലിയ വിവാദങ്ങളിലേക്ക് തന്നെയാണ്, അല്ലെങ്കിൽ വലിയൊരു തർക്കങ്ങളിലേക്ക് തന്നെയാണ് അമ്മ സംഘടന നീങ്ങുന്നത്. കുറ്റാരോപിതരായിട്ടുള്ള ഒരു കൂട്ടം സംഘടന പിടിച്ചു വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ സംഘടന കൈയടക്കി എന്നാണ് ഇത് ശ്വേതാ മേനോന്റെ ഇന്നലത്തെ പ്രതികരണം. കൂടുതൽ കാര്യങ്ങൾ അറിയിക്കുമെന്ന് കൂടി ശ്വേത പറഞ്ഞിരുന്നു. പക്ഷേ ഉടനെ തന്നെ ശ്വേത മാധ്യമങ്ങളെ കണ്ടേക്കുമെന്നാണ് അറിയാനായി സാധിക്കുന്നത്. അതിനിടെ
മാലാ പാർവതി അൻസിബയ്ക്ക് പിന്തുണയുമായി രംഗത്തെത്തി. അൻസിബയുടെ ഇന്നലെയുള്ള പ്രസംഗമാണ് ശ്വേതാമേനോനെ മുട്ടുമടക്കുന്ന തരത്തിലായിരുന്നു അൻസിബയുടെ പ്രസ്താവനകൾ. അമ്മയുടെ നേതൃത്വത്തിലേക്ക് അൻസിബയെ പോലുള്ളവർ വരണം, അവർക്ക് വേണ്ടിയിട്ടുള്ള പൂർണ്ണ പിന്തുണയുണ്ടാകും എന്നുകൂടിയാണ് മാലാ പാർവതി പറഞ്ഞു വെക്കുന്നത്. അൻസിബ വ്യക്തമായി അൻസിബയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാർക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു. ആൾക്കാർ ഈ റിപ്പോർട്ടാകട്ടെ ഈ കണക്കാകട്ടെ അംഗീകരിക്കാൻ തയ്യാറായില്ല. അവർ കൈപൊക്കിയില്ല, അവരാരും അംഗീകരിച്ചില്ല. അതിനെ സെക്കൻഡ് ചെയ്യാനോ പ്രപ്പോസ് ചെയ്യാനോ ആരും തയ്യാറായില്ല. അപ്പോൾ പിന്നെ അവർക്ക് പ്രത്യേകിച്ച് ഉത്തരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വലിയ വിഷമത്തോടെ അവർക്ക് അതും അവർ അങ്ങനത്തെ രാജിവെച്ചതായിരിക്കും. ലക്ഷ്മിപ്രിയയും ഇന്ന് രാവിലെ രാജി അറിയിച്ചിരിക്കുകയാണ്. ശ്വേതാമേനോന് പിന്നാലെയായിരുന്നു ലക്ഷ്മിപ്രിയയുടെയും രാജി. തന്റെ ഈ സംഘടനയിൽ ഈ നടന്ന അനീതികൾക്കെതിരായിട്ടുള്ള തന്റെ പ്രതിഷേധം എന്ന നിലയിൽ തന്നെയാണ് ലക്ഷ്മിപ്രിയയും രാജിവെച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നലെ നടന്ന അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇന്നലെ നടന്ന അമ്മ ജനറൽ ബോഡി യോഗത്തിന് ശേഷം വലിയ പൊട്ടിത്തെറികൾ തന്നെയാണ് സംഘടനയിൽ നടക്കുന്നത്. ഇനി അറിയേണ്ടത് തലപ്പത്തേക്ക് ആര് വരുമെന്നാണ്. ഇനി സ്ത്രീകളെ പരിഗണിക്കുമോ അതോ വീണ്ടും പുരുഷാധിപത്യത്തിലേക്ക് അമ്മ സംഘടന മാറുമോ എന്നതാണ് ഉറ്റുനോക്കുന്നത്. മറ്റു വാർത്തയിലേക്ക്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്ന പ്രതികളുടെ ആവശ്യത്തിൽ ഹൈക്കോടതി വാദം കേൾക്കും. പൾസർ സുനി ഉൾപ്പെടെയുള്ള പ്രതികളുടെ ഹർജിയിലാണ് വാദം. വാദം കേൾക്കാനായി അപ്പീൽ 2 ആഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കും. നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷാവിധി മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പൾസർ സുനി ഉൾപ്പെടെയുള്ള പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ശിക്ഷാവിധി മരവിപ്പിക്കണമെന്നാണ് പൾസർ സുനി ഉൾപ്പെടെയുള്ള കുറ്റക്കാര് എന്ന ട്രയൽ കോടതി വിധിച്ച 6 പ്രതികളുടെ ആവശ്യം. അങ്ങനെയാണ് ശിക്ഷാവിധി മരവിപ്പിക്കുകയാണെങ്കിൽ ഈ കോടതിയിൽ അപ്പീൽ തീർപ്പാക്കുന്നതുവരെ പ്രതികൾക്ക് ജാമ്യത്തിലേക്ക് പോകാനുള്ള എല്ലാ സാഹചര്യവും ഒരുങ്ങും. 2 ആഴ്ചയ്ക്ക് ശേഷമായിരിക്കും ഹൈക്കോടതി ഇതിൽ വാദം കേൾക്കുക. കോടതി ഈ വിഷയത്തിൽ വാദം കേൾക്കാമെന്നുള്ള തീരുമാനമായിട്ടുണ്ട്. 2 ആഴ്ചയ്ക്ക് ശേഷം ഹൈക്കോടതി ഈ കേസിൽ വീണ്ടും വാദം കേൾക്കും. ഒരുപക്ഷെ 2 ആഴ്ചയ്ക്ക് ശേഷം ഈ കേസ് വീണ്ടും എടുക്കുമ്പോഴായിരിക്കും ശിക്ഷാവിധി താൽക്കാലികമായി മരവിപ്പിക്കുകയോ അല്ലെങ്കിൽ മരവിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഇത് അപ്പീൽ തീർപ്പാക്കുന്നത് വരെ പ്രതികൾക്ക് ജാമ്യത്തിൽ പോകാനുള്ള സാഹചര്യം ഉണ്ടാകും. അതേസമയം തന്നെ ഈ 6 പ്രതികളല്ലാതെ 7 മുതൽ ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികളെ വെറുതെ വിട്ട സാഹചര്യം, ഈ വെറുതെ വിട്ട സാഹചര്യത്തിൽ തന്നെ ഹൈക്കോടതിയിൽ നിലവിൽ നടി നൽകിയിരിക്കുന്ന അപ്പീലുണ്ട്. ആ അപ്പീലും മറ്റൊരു കേസായി പരിഗണനയിലാണ്. എന്തായാലും 2 ആഴ്ചയ്ക്കുള്ളിൽ പ്രതികൾക്ക് ഈ പ്രതികൾ നൽകിയിട്ടുള്ള, അതായത് ട്രയൽ കോർട്ട് വിധിച്ചിരിക്കുന്ന ശിക്ഷാവിധി മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പൾസർ സുനി ഉൾപ്പെടെയുള്ളവർ നൽകിയിരിക്കുന്ന ഈ ഹർജി 2 ആഴ്ചയ്ക്കുള്ളിൽ കോടതി പരിഗണിക്കും, വാദം കേൾക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അത് മാത്രമല്ല, ഈ ശിക്ഷാവിധി ഏറ്റവും കുറഞ്ഞ, അതായത് ഒരു നടിയെ ലൈംഗികമായി ആക്രമിക്കുക, അത് പ്രത്യേകിച്ച് കൊട്ടേഷൻ നൽകി ബലാത്സംഗം ചെയ്യുന്ന കേസിൽ നൽകാവുന്ന പരമാവധി ശിക്ഷയല്ല, അതല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രാധാന്യം ഇല്ലാതാക്കുന്ന തരത്തിലുള്ള കുറഞ്ഞ ശിക്ഷയാണ് പ്രതികൾക്ക് നൽകിയത് എന്നുള്ള അപ്പീലും നിലനിൽക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ശിക്ഷാവിധി മരവിപ്പിക്കുമോ, അതല്ലെങ്കിൽ മരവിപ്പിച്ചാൽ ഈ പ്രതികൾക്ക് പുറത്തിറങ്ങാനുള്ള സാഹചര്യം ഏറെയാണ്. അതും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമോ എന്നുള്ള കാര്യം 2 ആഴ്ചയ്ക്ക് ശേഷമേ വ്യക്തത ഉണ്ടാവുകയുള്ളൂ. അതല്ലെങ്കിൽ ഈ വാദം കേൾക്കുന്ന സാഹചര്യത്തിൽ ഹൈക്കോടതി എന്ത് തീരുമാനമെടുക്കുന്നുണ്ട് എന്നുള്ള കാര്യവും പിന്നീട് വ്യക്തമാവുകയുള്ളൂ. ഇടവേള. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പാക് അധിനിവേശ കാശ്മീരിനെ കുറിച്ച് നടത്തിയ പ്രസ്താവനകൾ രാജ്യാന്തര പാർട്ടിക്കുള്ളിലും സാമുദായിക സംഘടനകൾക്കുള്ളിൽ നിന്നും കടുത്ത വിമർശനം ഉയർന്ന പശ്ചാത്തലത്തിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിയ തീരുമാനത്തിൽ മുഖ്യമന്ത്രി പിന്നോട്ട് പോയേക്കും. നിയമസഭാ കക്ഷിയിലടക്കം ഒരു വിഭാഗം MLA-മാർ വിയോജിപ്പ് രേഖപ്പെടുത്തും. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചതും കരിമണൽ മേഖലയ്ക്ക് സ്വകാര്യ കമ്പനികളെ കൊണ്ടുവരാനുള്ള തീരുമാനത്തിലും കൂടിയാലോചനകൾ ഉണ്ടായില്ലെന്നാണ് കോൺഗ്രസിലെ ആക്ഷേപം. നയപരമായ കാര്യങ്ങളിൽ കൂടിയാലോചന ഉണ്ടാകുമെന്ന് അതൃപ്തി പരസ്യമാക്കി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്തെ ഗവൺമെൻറ് നടത്തുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരു പുതിയ ഗവൺമെൻറ് വന്നതേ ഉള്ളൂ. അപ്പോൾ ഗവൺമെൻറ് എടുക്കുന്ന നടപടികളിൽ ആർക്കെങ്കിലും പ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ അത് പാർട്ടി തലത്തിൽ ചർച്ച ചെയ്യും.
കാര്യം ഇത്രയേ ഉള്ളൂ, ഒരു ഗവൺമെന്റ് വന്നേ ഉള്ളൂ, ഒരു മാസമേ ആയിട്ടുള്ളൂ. ആ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ചില ആശങ്കകൾ ഉണ്ടാവും ചില ഭാഗത്ത്. എന്തായാലും ഇത്തരം കാര്യങ്ങൾ നടക്കുമുണ്ടാവും. പുതിയ ഗവൺമെന്റ് അല്ലേ. മദ്യനയത്തിന്റെ കാര്യത്തിലായാലും ധാതുമണലിന്റെ കാര്യത്തിലായാലും ചില ആശങ്കകൾ വരുന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്തരം ആശങ്കകൾ ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. മാത്രമല്ല, ഒരു പോളിസി ഡിസിഷൻസ് ഏതായാലും സംസ്ഥാനത്തെ ബാധിക്കുന്ന ഗവൺമെന്റ് തീരുമാനങ്ങളിലെ നയപരമായ തീരുമാനങ്ങളിൽ പാർട്ടിക്കകത്തും ചർച്ചയുണ്ടാവും. എക്സൈസ് മന്ത്രിയോടും പോലും കൂടിയാലോചന നടത്താതെ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് നൽകിയതിൽ മന്ത്രിയും അതൃപ്തിയിലാണ്. നിയമസഭയിലെ ഓഫീസിലേക്ക് എക്സൈസ് കമ്മീഷണറെ മന്ത്രി വിളിച്ചു വരുത്തി. മദ്യനയത്തിൽ പ്രഖ്യാപിത നിലപാടിൽ നിന്ന് പിന്നോട്ടു പോയെന്ന് വിമർശിച്ച് സാമുദായിക സംഘടനകളും രംഗത്തെത്തി. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ വെള്ളം ചേർക്കരുതെന്ന് മലങ്കര സഭ വിമർശിച്ചു. വീര്യം കുറഞ്ഞത്, കൂടിയത്, ശുദ്ധം, വ്യാജം എന്നിങ്ങനെ മദ്യത്തെ തരംതിരിക്കുന്നത് വിഡ്ഢിതമാണെന്നും പുതിയ മദ്യനയം ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കുന്നതാണെന്നും കാന്തപുരം വിഭാഗത്തിന്റെ മുഖപത്രമായ സിറാജിലെ എഡിറ്റോറിയൽ വിമർശിച്ചു. ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ സർക്കാർ സ്വകാര്യ ആശുപത്രികളെ ഒരുപോലെ പങ്കാളികളാക്കുമെന്ന് മുഖ്യമന്ത്രി. DPR നടപ്പാക്കുന്നതിനാണ് 10 കോടി രൂപ വകയിരുത്തിയത്. വിശദമായ ആലോചനകൾക്കും ചർച്ചകൾക്കും ശേഷമാകും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുക. പദ്ധതിയെ സംബന്ധിച്ച റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം എപ്പോൾ മുതൽ ആരംഭിക്കണം എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും സതീശൻ പറഞ്ഞു. അപ്രതീക്ഷിതമായ ചികിത്സാ ചെലവുകൾ പല കുടുംബങ്ങളിലും വൻ സാമ്പത്തിക ബാധ്യതയാണ് സൃഷ്ടിക്കുന്നത്. ഇത്തരം ബാധ്യത ലഘൂകരിക്കുന്നതിനും കുടുംബങ്ങൾക്ക് കൈത്താങ്ങാകുന്നതിനുമായി എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നതാണ്. ആയതിനായി 22/5/2026 ഉത്തരവ് പ്രകാരം വിഷൻ 2031 ഉൾപ്പെടുത്തി പ്രസ്തുത വിഷയം പരിശോധിച്ച് ആയത് നടപ്പിലാക്കുന്നതിനായി ആരോഗ്യ വകുപ്പിനെയും ധനകാര്യ വകുപ്പിനെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പദ്ധതിയുടെ വിശദമായ പദ്ധതി തയ്യാറാക്കുന്നതിനും പ്രാരംഭ ചെലവുകൾക്കുമായി 26-27 പുതുക്കിയ ബജറ്റിൽ 10 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രാ പദ്ധതി നിർത്തലാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ടുള്ള പ്രിയദർശിനി പദ്ധതി സർക്കാർ തുടരാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. പദ്ധതി രാഷ്ട്രീയ നേട്ടത്തിനുള്ള തെരഞ്ഞെടുപ്പ് വാഗ്ദാനമെന്നായിരുന്നു ഹർജിക്കാരന്റെ വാദം. നിയമസഭയിൽ കമ്മ്യൂണിസ്റ്റിനായി വാദിച്ച് ജി സുധാകരൻ. കമ്മ്യൂണിസം ശാപം എന്ന് പറഞ്ഞ ഭരണപക്ഷ അംഗത്തിനും വിമർശനം. കമ്മ്യൂണിസം ശാപം എന്ന് പറയുന്ന ആൾക്ക് ഇവിടെ ജീവിച്ചിരിക്കാൻ കഴിയുമോ എന്ന് സുധാകരൻ ചോദിച്ചു. സർ, കമ്മ്യൂണിസം ശാപമാണെന്ന് പറയുന്ന ലോകത്ത് ജീവിച്ചിരിക്കാൻ അവകാശമുണ്ട്. മഹാനായ ജവഹർലാൽ നെഹ്റു എന്താണ് പ്രിൻസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ എഴുതി വെച്ചിരിക്കുന്നത്? അത് ശാപമാണെന്നാണ്. അതിനെ ശാപഗ്രസ്തമാക്കിയവരെ പറ്റി പറയുന്നതിന് പകരം ആ മഹത്തായ ഐഡിയോളജി ആക്ഷേപിക്കാന്ന് പറഞ്ഞാൽ ഇന്നിവിടെ കമ്മ്യൂണിസം ഇല്ല സാർ. ഇവിടെ എന്ത് കമ്മ്യൂണിസം? ഇപ്പോൾ ആരാ കമ്മ്യൂണിസ്റ്റ്? ഒരു പാർട്ടിയിലും ഇല്ലാത്തത് കൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറയുന്നില്ല. കാരണം അവിശ്വാസിയാണ്. കാരണം ഒരു പാർട്ടിയിൽ ഉണ്ടെങ്കിലേ ഒരു കമ്മ്യൂണിസ്റ്റുകാരനുണ്ടാവുമെന്ന് മാർക്സ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ കമ്മ്യൂണിസ്റ്റ് വിശ്വാസിയാണ്. അത് പറയാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അതൊരിക്കലും കാലാഹരണപ്പെട്ടതല്ല. അത് കൊണ്ടു നടക്കാനും നടപ്പാക്കാനും ഉള്ളവരാരും ഇപ്പം ഇല്ല. ചൈനയിലും ക്യൂബയിലും കൊറിയയിലും വിയറ്റ്നാമിലും ഉള്ളത് അത് അവരൊരു പരുവത്തിൽ കൊണ്ടു നടക്കുന്നത്. ബാക്കിയെല്ലാം ഇവിടെ ആരാ ഉള്ളത്? ആരുമില്ല. ഈ പറയുന്നത് ഉത്തർപ്രദേശിലെ ലക്നൌവിൽ കോച്ചിംഗ് സെന്ററിൽ തീപിടുത്തം. അലിഗഞ്ച് പ്രദേശത്തുള്ള കോച്ചിംഗ് സെന്ററും ഗെയിമിംഗ് സെന്ററും ചേർന്ന കെട്ടിടത്തിനാണ് തീപിടിച്ചത്. 13 പേർ മരിച്ചു, 6 പേർ രക്ഷപ്പെടുത്തിയതായി നാട്ടുകാർ പറഞ്ഞു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. കെട്ടിടത്തിനകത്ത് മുഴുവനായി തീ പടർന്നിട്ടുണ്ടെന്നാണ് വിവരം. ഒട്ടേറെ പേർ കെട്ടിടത്തിനകത്ത് നിന്ന് താഴേക്ക് ചാടി രക്ഷപ്പെടുന്ന വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. എത്ര പേർ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നതിൽ വ്യക്തതയില്ല. സംഭവത്തിൽ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി അനുശോചനം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ ധനസഹായവും പ്രഖ്യാപിച്ചു. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ട കോടതി ലക്ഷ്യക്കേസിൽ ഹൈക്കോടതിയോട് മാപ്പ് അപേക്ഷിച്ച് വ്യവസായ വകുപ്പ് മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ് ഹാജരാകാൻ വൈകിയതിലും നിരവാധികം മാപ്പ് അപേക്ഷ നൽകി. അഴിമതിയുമായി ബന്ധപ്പെട്ട് പ്രതികൾക്കെതിരെ പ്രോസിക്യൂഷൻ അനുമതി വൈകിയതിനാലാണ് കോടതി അലക്ഷ്യത്തിന് ഹൈക്കോടതി കേസെടുത്തത്. ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് ഇന്ന് മുഹമ്മദ് ഹനീഷ് ഹാജരായത്. ഡിജിറ്റൽ സർവകലാശാലയിൽ ഗുരുതര സാമ്പത്തിക ക്രമക്കേടുകൾ വെളിപ്പെടുത്തി അക്കൗണ്ടന്റ് ജനറൽ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്ത്. സർവകലാശാലയിൽ വ്യാപകമായ ക്രമക്കേട് നടക്കുന്നതായി മുൻ VC സിസ തോമസ് ഗവർണർക്ക് നൽകിയ റിപ്പോർട്ടിനെ തുടർന്നാണ് CIG ഓഡിറ്റ് നടത്തിയത്. വിഷയത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് സെയിം യൂണിവേഴ്സിറ്റി യൂണിയൻ ഗവർണർക്ക് കത്ത് നൽകി.
കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ പ്രതി ജിതിന്റെ ജാമ്യ ഹർജിയിൽ നാളെ വിധി. വടകര ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. ഇരു വിഭാഗങ്ങളുടെയും വാദം പൂർത്തിയായി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് കെയർ സ്റ്റാർമർ രാജിവെച്ചു. തീരുമാനം ചാൾസ് മൂന്നാമൻ രാജാവിനെ അറിയിച്ചിരുന്നുവെന്നും പുതിയ ലേബർ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതുവരെ പ്രധാനമന്ത്രിയായി തുടരാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ലേബർ പാർട്ടിയിൽ ഉടലെടുത്ത ഭിന്നതയെ തുടർന്നാണ് രാജി. 2024 പൊതുതെരഞ്ഞെടുപ്പിൽ പാർട്ടി വൻ വിജയത്തിലേക്ക് നയിച്ചുകൊണ്ടാണ് കെയർ സ്റ്റാർമർ അധികാരത്തിലെത്തിയത്. 14 വർഷത്തെ കൺസർവേറ്റീവ് ഭരണം അവസാനിപ്പിച്ച് ബ്രിട്ടന്റെ 58ാമത് പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റു. എന്നാൽ 2 വർഷത്തിനുള്ളിൽ തന്നെ രാജിക്കായുള്ള കടുത്ത സമ്മർദ്ദം കനക്കുകയായിരുന്നു. രാഷ്ട്രീയ തിരിച്ചടികളും പൊതുജന പിന്തുണ കുറഞ്ഞതും നേതൃമാറ്റത്തിനായി ലേബർ പാർട്ടിയിൽ ആവശ്യം ശക്തമായതുമാണ് കാരണം. കഴിഞ്ഞ 10 വർഷത്തിനിടെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് സ്ഥാനമൊഴിയേണ്ടി വരുന്ന 6ാമത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് സ്റ്റാർമർ. എല്ലാ തീരുമാനവും സ്നേഹിക്കുന്ന രാജ്യത്തിന് പ്രഥമ സ്ഥാനം നൽകുക എന്നതായിരുന്നുവെന്ന് രാജിക്ക് ശേഷം കെയർ സ്റ്റാർമർ പറഞ്ഞു. ഖത്തറിലെ പ്രധാന പ്രകൃതിവാതക പ്ലാന്റിൽ വൻ സ്ഫോടനം. ഇറാൻ ആക്രമണത്തിന് പിന്നാലെ അടച്ചിട്ട പ്ലാന്റിൽ ഞായറാഴ്ച രാത്രി പ്രവർത്തനം പുനരാരംഭിക്കാനുള്ള തൊഴിലാളികളുടെ ശ്രമത്തിനിടയിലാണ് ദുരന്തമുണ്ടായത്. ലോകത്തിലെ ഏറ്റവും വലിയ LNG പ്ലാന്റാണ് ഇത്. സ്ഫോടനത്തെ തുടർന്നുണ്ടായ തീപിടുത്തത്തിൽ കുറഞ്ഞത് 54 പേർക്ക് പരിക്കേൽക്കുകയും 18 പേരെ കാണാതാവുകയും ചെയ്തു. ലോകമെങ്ങും ഫുട്ബോൾ ആവേശം. ആദ്യ മത്സരത്തിലെ ത്രസിപ്പിക്കുന്ന ജയത്തിന് ശേഷം നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന 2ാം മത്സരത്തിനിറങ്ങും. ഓസ്ട്രിയയാണ് മെസ്സിക്കും സംഘത്തിനും എതിരാളികൾ. ഡാളസിലെ AT&T സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 10:30-ക്കാണ് മത്സരം. അൾജീരിയയെ എതിരില്ലാത്ത 3 ഗോളുകൾ തോൽപ്പിച്ച് ടൂർണമെന്റിലേക്കുള്ള വരവറിയിച്ച അർജന്റീന വൻ ആത്മവിശ്വാസത്തിലാണ്. ക്യാപ്റ്റൻ ലയണൽ മെസ്സിയുടെ ഹാട്രിക് പ്രകടനമാണ് ആദ്യ കളിയിൽ ആരാധകരെ ആവേശത്തിലാഴ്ത്തിയത്. മികച്ച ഫോമിലുള്ള മെസ്സി തന്നെയാണ് അർജന്റീനയുടെ പ്രധാന കരുത്ത്. എമിലിയാനോ മാർട്ടിനസിന്റെ ഗോൾ കീപ്പിംഗ് മികവും റൊമേറോയും ലിസാൻഡ്രോ മാർട്ടിനസും അടങ്ങുന്ന പ്രതിരോധ നിരയും കോച്ച് ലയണൽ സ്കലോണിക്ക് പൂർണ്ണ തൃപ്തി നൽകുന്നുണ്ട്. അൾജീരിയയെ പോലെ അർജന്റീനയ്ക്ക് അത്ര എളുപ്പമാകില്ല ഓസ്ട്രിയ. ആദ്യ മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത ഓസ്ട്രിയൻ പട കടുത്ത വെല്ലുവിളി ഉയർത്താൻ കെൽപ്പുള്ളവരാണ്. കൗണ്ടർ അറ്റാക്കുകളിലൂടെ എതിരാളികളെ വീഴ്ത്തുന്ന ഓസ്ട്രിയൻ രീതിയെ പ്രതിരോധിക്കാൻ സ്കലോനി പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ടി വരും. ഗ്രൂപ്പിൽ 1ാം സ്ഥാനം ഉറപ്പിച്ച് നോക്കൌട്ടിലേക്ക് മുന്നേറാൻ അർജന്റീനയ്ക്ക് ജയം അനിവാര്യമാണ്. നീലയും വെള്ളയും അണിഞ്ഞ ആരാധക ലക്ഷങ്ങൾ ഡാലസിലേക്ക് ഒഴുകിയെത്തും. മെസ്സി മാജിക്കും അർജന്റീനയുടെ വിജയക്കുതിപ്പും തുടരുമെന്ന പ്രതീക്ഷയോടെയാണ് ആൽബി സെലസ്റ്റയുടെ വരവ്. അട്ടിമറി പ്രതീക്ഷയോടെയാണ് ഓസ്ട്രിയൻ സംഘം എത്തുന്നത്. റാങ്കിങ്ങിൽ 24ാം സ്ഥാനത്തുള്ള ഓസ്ട്രിയ 2 തവണയാണ് അർജന്റീനയെ നേരിട്ടിട്ടുള്ളത്. 36 വർഷം മുമ്പ് 1-1 സമനിലയിൽ പിരിഞ്ഞ ശേഷം ആദ്യമായി എത്തുകയാണ് ഇരു ടീമും മുഖാമുഖം. വേൾഡ് കപ്പ് ഡെസ്ക് ന്യൂസ് 18. ലോകകപ്പിൽ 2ാം ജയം തേടി ഫ്രാൻസ് ഇന്നിറങ്ങും. ഇറാഖാണ് നിലവിലെ റണ്ണേഴ്സ് അപ്പിന്റെ എതിരാളികൾ. ഫിലാഡൽഫിയയിൽ പുലർച്ചെ 2:30-ക്കാണ് മത്സരം. ഗ്രൂപ്പിലെ 2ാം മത്സരത്തിൽ സെനഗലും നോർവേയും ഏറ്റുമുട്ടും. ആദ്യ മത്സരത്തിൽ ഇറാഖിനെ 4-1 തകർത്ത നോർവേ മികച്ച ഫോമിലാണ്. പുലർച്ചെ 5:30-ക്കാണ് മത്സരം. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 13,565, പവന് 10,08,540. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,205, പവന് 89,640. വെള്ളി ഗ്രാമിന് 250, കിലോയ്ക്ക് 2,50,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലർ. ലൈവ് അറ്റ് 6-ൽ ഇടവേള. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.